എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു പോംപോം സ്കേർട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. പോംപോംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്കേർട്ടാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് നെറ്റാണ് കേട്ടോ. എന്താ പറയുക, സോഫ്റ്റ് നെറ്റാണ്. 2 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1.5 വയസ്സായിട്ടുള്ള മോളുടെ അളവിലാണ് ചെയ്യണത്. പിന്നെ ലൈനിങ് ആയിട്ട് സാറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതുപോലത്തെ പോംപോംസ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മിക്സ്ഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫിജി എന്നാണ് മേടിച്ചത്. ഒരു തൃശ്ശൂരുള്ള ഫിജി എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതൊരു പാക്കറ്റിന് 25 രൂപയായിരുന്നു. പിന്നെന്താണ്, ഇലാസ്റ്റിക് വേണം. ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 20 ഇഞ്ചാണ്. നിങ്ങൾ കുഞ്ഞിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എടുക്കുക. കറക്റ്റ് എത്രയാണോ അത്ര തന്നെ എടുത്താൽ മതി ഇലാസ്റ്റിക്കിൽ കേട്ടോ. കുഞ്ഞിൻ്റെ അരവണ്ണം എത്രയാണെങ്കിൽ അതെടുക്കുക. പിന്നെ നമുക്ക് സിസേഴ്സ് വേണം. ഇനി നമ്മൾ ഇത് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുക്കുക. നമ്മൾ ഇതുപോലെ 2ആയിട്ട് മടക്കി ഇടാം കേട്ടോ. മടക്കിയിട്ട് വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാനായിട്ട്. നമുക്ക് സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം നോക്കുക. അപ്പോൾ ഞാൻ 14 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ ലെങ്ത്തായിട്ട്. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 14 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കേർട്ടിന് എത്ര ലെങ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ് തുണിയിൽ ഞാൻ ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അപ്പം നമ്മുടെ മെയിൻ തുണിയിൽ നിന്ന് എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് തുണിയുടെ ലെങ്ത്ത് എടുക്കുക. ലൈനിങ് തുണി നമ്മൾ മടക്കൊന്നും വേണ്ട, സാധാരണ പോലെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, 2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ പോംപോംസ് കാണുള്ളൂ താഴെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെഷർ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് തുണിയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ബാൻഡ് വേണം. വേസ്റ്റ് ബാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞിൻ്റെ അരവണ്ണം എത്രയാണോ അതിൽ നിന്ന് 5 ഇഞ്ച് നിങ്ങൾ എക്സ്ട്രാ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് ടൈറ്റ് ആയിപ്പോൾ. ഞാനിപ്പോൾ 18ആണ് അര വേസ്റ്റ്. അതിൽ നിന്ന് 5 ഇഞ്ച് കൂട്ടി 23 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ വേണം പോംപോംസ് ഇട്ട് കൊടുത്തിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യണത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതുപോലെ ആദ്യം ഒരു 1 ഇഞ്ചിൽ നമ്മളൊന്ന് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോംപോംസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് നമുക്ക് ഞൊറികളിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ സ്റ്റിച്ചല്ല, നമ്മൾ മെഷീൻ്റെ കാണി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, വലിയ കാണി ഇട്ടിട്ടുള്ള അതില്ലേ, അപ്പോൾ അത് ലൂസ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഞൊറികളിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ത്രെഡ് വലിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഞൊറികളിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഈ സ്കേർട്ടിന് ചെയ്യണത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സാധാരണ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അതുപോലെ കിട്ടില്ല. ലൂസ് സ്റ്റിച്ച് കൊടുക്കാനാണ് ചെയ്യണത്. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോംപോംസ് ഇടയിലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോംപോംസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പാക്കറ്റൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അധികം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുഴുവനായിട്ടും അത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണത്, താഴെയുള്ള ത്രെഡ് ഉണ്ടല്ലോ അത് നമ്മൾ വലിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ ഞൊറികളായിട്ട് കിട്ടണത്. അപ്പോൾ പതുക്കെ വലിക്കാട്ടോ. ഒറ്റയടിക്ക് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നൂലങ്ങ് പൊട്ടിപ്പോരും. അപ്പോൾ പതുക്കെ വലിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മളിത് മുഴുവനായിട്ട് ഇങ്ങനെ വലിച്ച് നമ്മൾ ഞൊറികളായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ വേസ്റ്റ് ബാൻഡ് വെച്ച് നോക്കുക, അത്രയും നമുക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ച് രണ്ടും ഒപ്പമായിട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ലൈനിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ത്രെഡ് വലിച്ചിട്ട് ചുരുക്കുകളിട്ട് കൊടുക്കുക. സെയിം ആ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ ലൈനിങ് തുണിയിലും ചെയ്തെടുക്കുക. കണ്ടോ, ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞൊറിയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കുക കേട്ടോ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് പിന്നെ മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കുള്ള സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ബാൻഡ് ഇതിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ, വേസ്റ്റ് ബാൻഡിൻ്റെയും ഇതിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഉണ്ടോ? അപ്പം നമുക്കിതുപോലെ കിട്ടും. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിൻ്റെ അരികിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈനിങ്ങിൻ്റെ അടിവശം നമുക്ക് മടക്കി അടിക്കണം. ഇതിപ്പോൾ എനിക്ക് ഇതിന് തേരുവശമാണ്. നമ്മുടെ തുണിയുടെ ഇത് മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ മടക്കി അടിക്കണം എന്നുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ആദ്യം ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കുക. പിന്നെ ഒന്നുകൂടി മടക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിന് സ്റ്റിച്ച് ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വേസ്റ്റ് ബാൻഡ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും 5 ഇഞ്ച് എക്സ്ട്രാ, നമ്മൾ കറക്റ്റ് വേസ്റ്റ് എത്രയാണോ അതിൽ നിന്ന് 5 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്കേർട്ട് ടൈറ്റ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് അത് തന്നെ നെറ്റിൻ്റെ മെയിൻ തുണി ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങും ഇതുപോലെ ഇലാസ്റ്റിക് അധികം ഇതുപോലെ വലിച്ചു നിർത്തണ്ട, എന്നിട്ട് അതും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുക്കാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതുപോലെ ഞാൻ ഇടയിൽ പോംപോംസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ പോംപോംസ് ഒട്ടിച്ച് കൊടുക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അവർ പിടിച്ച് വലിച്ച് ഒക്കെ വായിലിടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മോൾക്ക് ഞാനിത് ചെയ്തപ്പം ഫുൾ വലിച്ച് പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, ഉള്ളിലിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ, തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ